വയലാറിൽ നിന്ന്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു സുധാകരന്റെ ഉടക്കിന് മുന്നിൽ മറ്റിടങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ ഇങ്ങനെ പകച്ചു നിൽക്കേണ്ട അവസ്ഥ കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. പുതിയ വേഷത്തിലും ഭാവത്തിലും ഒരു നല്ല ഒരു അഭിനന്ദനം. ശരി, ഓക്കെ, താങ്ക് യു. പിന്നെ ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇതിനെ വിളിക്കുന്ന ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ളവരുടെ ആ ദയനീയാവസ്ഥ കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്. കാരണം ഒരല്പം പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു UDF-നും ഈ ഇലക്ഷനും. അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ആര്? ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനം. എന്റെ കരുണ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും ഒരു ദേശീയ നേതൃത്വം, ഇത്ര ദുർബലതയുള്ള ഒരു ദേശീയ നേതൃത്വത്തിന് ഞാൻ എന്റെ ഈ 72 വർഷത്തെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവരൊറ്റ ഒരു കൂട്ടരാണ് ഈ ഇത്തവണ വരാൻ പോണ ദോഷം വരികയാണെങ്കിൽ അതിന് ഉത്തരവാദി ഇവർ മാത്രമായിരിക്കും. വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കേരള നേതാക്കൾ പറയുന്നുണ്ട്, സതീശൻ പറയുന്നു, വേണുഗോപാൽ പറയുന്നു, എല്ലാരും പറയുന്നു ദേശീയ നേതൃത്വമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അവർ തീരുമാനിച്ചാൽ അപ്പൊ ഓക്കെ. അപ്പൊ ഇത് വലിച്ചു നീട്ടി ഈ രണ്ടാം വാരത്തിലേക്ക് കടക്കാൻ പോകുന്നത് ആരുടെയും കുറ്റമല്ല, കോൺഗ്രസ്സുകാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയുമ്പോൾ ചിരി വരും. കാരണം ഒരു സുധാകരൻ ഇല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് കൂട്ടം നശിച്ചു പോകുമോ? രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യണം. ഇപ്പോഴാണ് നമ്മൾ കരുണാകരന്റെ അല്ല ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ വില അറിയുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ അവിടെ നിൽക്കും, അല്ലാത്തതിനൊക്കെ പുറത്തായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെസൈഡാകെ പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്ത് നശിച്ചു പോയാ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ എത്രയോ പ്രഗത്ഭരായ നേതാക്കൾ പോയി. ഇവർക്ക് നട്ടലില്ലാത്ത, നട്ടലിന്റെ സ്ഥാനത്ത് റബ്ബറോ വാഴപ്പിണ്ടിയാണ് ഇവർക്കുള്ളത്. അത്ര മാത്രമേ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, ഈ പട്ടിക വൈകുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശ ഉണ്ടാക്കുന്നുണ്ട്. നേതാക്കൾ ഈ പ്രവർത്തകരുടെ ഒരു വികാരമെങ്കിലും മാനിക്കാൻ തയ്യാറാവേണ്ടേ? അല്ല സാർ, നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു ഹൈക്കമാൻഡിന് നട്ടില്ലാന്ന്. ഞാനൊന്ന് പറയട്ടെ, കോൺഗ്രസ് എന്ന് പറഞ്ഞ ദേശീയ പാർട്ടിന് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു ഉണ്ണാമ്പ് പാർട്ടി ഒന്നുമല്ല ഇവിടെ. മനസ്സിലായിട്ടുണ്ട്? അവർക്ക് ഇവിടെ കേരളത്തിലത്തെ ആൾക്കാരെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇതല്ല ഹൈക്കമാൻഡ്, അതല്ല. 5 സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള സീറ്റ് നടത്തണം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതൊന്നുമില്ല. പിണറായി വിജയൻ പറഞ്ഞ ആള് ഞാൻ നീ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം ഒരാളും ഉണ്ടായില്ല. ഏകാധിപത്യമാണ് പിണറായി വിജയൻ. മനസ്സിലായിട്ടുണ്ട്? അതുപോലെയല്ല കോൺഗ്രസ് 4 ആൾക്കാരെ മുമ്പിൽ ഇരുന്ന് വട്ടമേശം കൂട്ടി ചെയ്യുന്നതാണ്. 5 സ്റ്റേറ്റിലിപ്പോൾ ഒരുമിച്ചാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയില്ല. ഞങ്ങൾക്കൊരു ലേശം നീണ്ടു പോയാലും അത് നാളെ മറ്റന്നാളായിട്ട് ആയാലും. ഇന്നത്തെ കാലത്ത് ഇപ്പൊ മയക്കപ്രചരണമൊന്നും വേണ്ട സാറ്. ഇപ്പൊ ഒക്കെ മൊബൈലിൽ എന്തെല്ലാം ആപ്പുകളുണ്ട്. ഇതൊക്കെ മതി, ഞങ്ങൾക്ക് അത് മതി. ഒരു കാര്യം ഉറപ്പാണ്, 100 സീറ്റിലും കൂടുതൽ UDF പിടിച്ചിരിക്കും, ഭരണം തിരിച്ചു പിടിക്കും. അതിൽ ഒരു സംശയം വേണ്ട. കണ്ണൂർ ഉദാഹരണം നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 7 സീറ്റ് UDF കരസ്ഥമാക്കും. കിരൺ സാർ വേണമെങ്കിൽ എഴുതി വെച്ച വേണമെങ്കിൽ പണ്ട് ഉദുമയിൽ പോയി മത്സരിച്ച് തോറ്റ കഥയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്, ആയിക്കോട്ടെ. ഇവിടെ നോക്കിക്കോളാം നിങ്ങൾ. അമ്മമാരൊക്കെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സുധാകരൻ ഇല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല എന്നാണോ? സുധാകരൻ ഇല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല എന്നാണോ? അല്ല, സുധാകരന് കിട്ടില്ല സീറ്റ്. അതൊക്കെ ഷുവറായിട്ട് അതിന്റെ രീതിയിൽ ആന്റണി ഭംഗി വാങ്ങി അതിനെ അവതരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഹൈക്കമാൻഡിന്. ശ്രീരാജനാണ് തിരുവല്ലയിൽ നിന്നാണ്. ശ്രീരാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, മറ്റു പാർട്ടികളൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ പോലെ ഭരണം പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ ഭരണത്തിൽ തിരിച്ചു വന്നേ മതിയാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഇപ്പോഴും തർക്കത്തിൽപ്പെട്ട് നിൽക്കുകയാണ്? നമസ്തേ സാർ. അവരുടെ ഒരു അവസരമായിരുന്നു ഇത്. കോൺഗ്രസ്സുകാരുടെ ഒരു അവസരമായിരുന്നു ഇത്. ഇപ്പൊ MP സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് തിരിച്ചിവിടെ വന്ന് MLA ആവണം സുധാകരന്. എന്ത് വൃത്തികെട്ട ചിന്തകളായത്. ഒരു MP സ്ഥാനത്തിരിക്കുന്ന ജനങ്ങളെ സേവിക്കണമെങ്കിൽ ഏത് സ്ഥാനത്തിരുന്നാലും ജനങ്ങളെ സേവിക്കാം. ഇത് ജനങ്ങളെ സേവിക്കാനല്ല. ഇത് ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് നമുക്ക് കൈയിട്ട് വരാം. ഇവരുടെ ഒരു അവസരം ഇവര് വെറുതെ കളഞ്ഞു കുളിക്കുക. ഇനി 20 ദിവസം കൂടെ ഉണ്ട് ഇവർക്ക് ഇതിന് ഒരു ഇലക്ഷനിലോട്ട് ചെല്ലാൻ. അപ്പൊ പൊതുജനങ്ങളോട് ഇവരെന്താ പറയുക? ഇവരെ എല്ലാവരെയും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആണെന്നുള്ള ആ രീതിയിൽ അങ്ങ് ആക്കി കൊടുക്കണം. എന്നാലേ ഇവരെ കൊണ്ട് ഭരിക്കാനൊക്കത്തുള്ളൂ. ഈ കോൺഗ്രസ് നാശിച്ച് നാറാണക്കല്ലടിക്കുന്ന കാരണം ഇതാണ്, അധികാരക്കൊതി. വെള്ളയിട്ട് ഇറങ്ങിയേക്കുക. എന്നിട്ട് അധികാരം കിട്ടുന്നിടം വരെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്,
താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സുധാകരന് മുന്നിൽ വല്ലാതെ വഴങ്ങി നിൽക്കേണ്ട ഗതികേടിലാണോ കോൺഗ്രസ് ഹൈക്കമാൻഡ്? തീർച്ചയായിട്ടും. കാരണം ഇത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പറയുന്നു ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറഞ്ഞാലും ഈ വി ഡി സതീശനും രമേശ് ചെന്നിത്തല തന്നെ എംപിമാര് മത്സരിക്കേണ്ടെന്ന് ഹൈക്കമാൻഡിനോട് പറയും. പിന്നെ അവിടെ ഇവിടെ കേരളത്തിലുള്ള നേതാക്കൾ ഇതിനെ തടസ്സമല്ല എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞത്. കാരണം ഈ സുധാകരൻ ഇവിടെ ഇപ്പം മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഈ നിയമസഭയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു അടി നടക്കും. കാരണം സതീശനുണ്ട്, ചെന്നിത്തലയുണ്ട്, ഇപ്പൊ കൊടിക്കുന്നിലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തിനാണ് പിന്നെ പാർലമെന്റിലേക്ക് മത്സരിക്കുക അറിയാത്തത്? ഞാൻ പറഞ്ഞ പിന്നെ രാജിവെച്ചിട്ട് വേണം മത്സരിക്കാൻ. പിന്നെ പാർലമെന്റ് രാജിവെച്ച് മത്സരിച്ച് ബി ജെ പി അല്ലേ കയറുള്ളൂ. ഇവർ ബി ജെ പിയെ പ്രതിരോധിക്കാൻ പോയവരാണ്. ഈ ബി ജെ പിയെ പ്രതിരോധിക്കാൻ പണ്ട് കുഞ്ഞാലിക്കുട്ടി പോയ പോലെ ബി ജെ പിയെ പ്രതിരോധിക്കാൻ പോയിട്ട് അവിടെ നിന്ന് രാജിവെച്ച് വന്നു കഴിഞ്ഞാൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ ബി ജെ പിയുടെ പ്രസിഡൻസി ഇവിടുന്ന് പോകും. അന്നേരം എന്ത് ഉത്തരം പറയും? മാർക്സിസ്റ്റ് പാർട്ടിക്ക് തക്കതായ മറുപടി കൊടുക്കാൻ പറ്റുമോ? മാർക്സിസ്റ്റ് പാർട്ടി പറയില്ലേ പിന്നെ ഇത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുക്കാന്നും കൂടെ പറയില്ലേ? ഇപ്പൊ നേരത്തെ രാജസ്ഥാനിന് KC വേണൽ ഒഴിഞ്ഞു കൊടുത്തപ്പോ അവിടെ ഒരു രാജ്യസഭയിലേക്ക് പോയത് കണ്ടില്ലേ? അതേപോലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ആത്മവീര്യം കെടുത്തുന്ന ഒരു സംഗതിയാണ്. പിന്നെ മഞ്ചേരി നേരത്തെ പറഞ്ഞു പെൻഷൻ കൊടുക്കില്ല എന്ന് ഒരിക്കലും ഒരാളും പറഞ്ഞിട്ടില്ല. പെൻഷൻ കൊടുക്കില്ല, നിങ്ങളെ അവകാശമല്ല എന്ന് പറഞ്ഞത് ഹൈക്കോടതിയിൽ അവകാശമല്ല എന്ന് പറഞ്ഞത് LDF സർക്കാരാണ് പോയി പറഞ്ഞത്. മഞ്ചേരി അത് ഓർക്കണം. പെൻഷൻ എന്നുള്ളത് കൃത്യസമയത്ത് കിട്ടണം, ഇല്ലെങ്കിൽ അത് അവകാശമല്ല എന്ന് LDF സർക്കാരാണ് ഹൈക്കോടതിയിൽ പോയി പറഞ്ഞത്. ഓർക്കണം മഞ്ചേരി കേട്ടാ. പിന്നെ ബാലകൃഷ്ണൻ ചേട്ടൻ ഈ LDF വരും അവരെ BJPയുടെ നേതാക്കൾ പോലും ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറയുന്ന സമയത്ത് ഏത് BJP കാരനാണെന്ന് അറിയാത്തത്. BJPയുടെ ഫഹദാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ഫഹദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിലെങ്കിലും ഒരു ഐക്യത്തോടു കൂടി നിന്ന് തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ ഉറച്ച തീരുമാനമെങ്കിലും എടുക്കണം. ഇത് അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന അതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ ചെയ്യുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതെ, ഇതുപോലൊരു വൃത്തികെട്ട പാർട്ടിയും അതിന്റെ നേതാക്കളും ഇന്ത്യയിൽ തന്നെ ഇന്ന് ഇല്ല എന്നുള്ളതാണ് വസ്തുത. BJPയെക്കാൾ താഴ്ന്ന അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല. ഇപ്പൊ ആസാമിൽ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ എവിടെയൊക്കെ ഇലക്ഷൻ വരുന്നുണ്ട് അവിടെ എല്ലാം ഇത് തന്നെയാണ് പ്രശ്നം. എന്നിട്ട് നേതാക്കളുടെ അധികാരമോഹിയും പണക്കൊതിയന്മാരുമായിട്ടുള്ള നേതാക്കളുടെ തമ്മിലടി അവർ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഹൈക്കമാൻഡ്. അവിടുത്തെ ചർച്ച, ഇവിടുത്തെ ചർച്ച. അപ്പോൾ ഈ പാർട്ടിയുടെയും നേതാക്കളുടെയും ക്വാളിറ്റി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇവരെ തെരഞ്ഞെടുക്കരുതെന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ബാധിക്കുന്ന വിഷയം ഇവരുടെ കീശ എങ്ങനെ നടക്കാം, ഇവർക്കുടെ വേണ്ടപ്പെട്ടവർക്ക് എങ്ങനെ അധികാരം കൊടുക്കാം, സ്ഥാനം കൊടുക്കാം എന്നുള്ളതാണ്. അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമോ അവരെ ബാധിക്കുന്ന ഒന്നും ഇവരുടെ പ്രശ്നമേ ഇല്ല. ഇപ്പൊ സുധാകരന്റെ ഇതിലൂടെയുള്ള ലക്ഷ്യം എന്താണ്? MLA ആവുക എന്നുള്ളതല്ല. ഇപ്പോ ഒരു ചെറിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് ഇവർക്ക് അങ്ങ് തോന്നിപ്പോയി. അപ്പൊ അതുകൊണ്ട് കയറി നിന്നാൽ അഥവാ വല്ല മന്ത്രിസ്ഥാനോ അല്ലെങ്കിൽ ആഭ്യന്തര മുഖ്യമന്ത്രി ആവാ എന്നുള്ളൊരു കൊതിയിലാണ് കയറി നിൽക്കുന്നത്. അല്ലാതെ കണ്ണൂരിലെ ജനങ്ങളെ സേവിച്ചു കളയാമെന്ന് അവിടുത്തെ MLA ആയിട്ട് ഇരിക്കാമെന്നുള്ള ലക്ഷ്യമൊന്നുമില്ല. ഒന്നെങ്കിലും ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.